ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല അടിപൊളി മത്തി വറ്റിച്ചതുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിൽ ചെറിയ ഉള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ചതച്ച് ഉള്ളി ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ മത്തി നല്ല ഫ്രഷും ചാളയാണെന്നുണ്ടെങ്കിൽ ഈ കറി ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വെറുതെ അരപ്പൊക്കെ കോരി കുടിക്കാമെന്ന് പറയത്തില്ല, അതുപോലെ അന്യായ രുചിയായിട്ടുള്ള ഒരു മീൻ വറ്റിച്ചാണ്. അപ്പോൾ അതിലേക്കൊരു അരപ്പ് വേണം. ഞാൻ ക്രഷ്ഡ് ചില്ലിയും കുറച്ച് കാശ്മീരി പൊടിയും തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇത് അരക്കരുത്, നമുക്ക് വെള്ളം ഒഴിക്കാതെ ക്രഷ് ചെയ്തെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വേണം ഈ ഒരു അരപ്പെടുക്കാൻ. കണ്ടോ, നമ്മുടെ ചതച്ച് വറ്റിക്കുകയാണല്ലോ. അപ്പോൾ അത് കണ്ടോ, ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലയും. അപ്പം നമ്മുടെ അരപ്പ് ഒക്കെ അടുപ്പത്തോട്ട് കയറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കണം. പിന്നെ നല്ല ഫ്രഷ് വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് അടുത്ത പരിപാടി. നല്ല രീതിയിൽ കൈ കൊണ്ട്, സ്പൂൺ കൊണ്ടൊന്നുമല്ല, കൈ കൊണ്ട് നല്ല രീതിയിൽ അത് ഉടച്ചെടുക്കണം. നല്ല തിരുമ്മി യോജിപ്പിച്ച് ആ ഒരു പച്ചമുളകും ചെറിയ ഉള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ നല്ലോണം തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ ആ ഒരു ഇഞ്ചിയുടെയൊക്കെ ഒരു മണം നമുക്ക് കിട്ടും. നല്ലോണം ഉടച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം, കുടംപുളി വെള്ളത്തിൽ തിരുമ്മിയെടുത്ത ആ ഒരു വെള്ളവും കുടംപുളിയും കൂടി ഇട്ട് കുറച്ച് ഒരു തരി വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കരുത്, വറ്റിച്ചെടുക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇനി നമുക്ക് അടുപ്പത്തോട്ട് കയറ്റാം. കണ്ടോ, അടുപ്പത്തോട്ട് വെക്കുന്നത് മുമ്പ് തന്നെ നമ്മുടെ 3/4 ഭാഗം പണിയും കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് തിള വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മത്തി, ചെറിയ ചാള വറ്റിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ചെറിയ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് സ്പൂൺ കൊണ്ട് ഇളക്കുന്നതിനെക്കാട്ടി നല്ലതും ഒന്നെടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി മീൻ വറ്റിച്ചത്. ഇതിങ്ങനെ മീനിങ്ങനെ ഉടയാതെ ഇങ്ങനെ എടുത്ത് നല്ല രീതിയിൽ ഇങ്ങനെ വെറുതെ കഴിക്കാം. അതുപോലെ അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.